കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം
ദൈവമിൻ ഹൃദയത്തിലായി ഇന്നും വാഴുവാൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കരുണാമയനായ പിതാവായ ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. സ്നേഹസ്വരൂപനായ യേശുനാഥ, രക്തക്കോട്ട കെട്ടണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ലൂക്ക 24:45 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവൻ അവരുടെ ഹൃദയങ്ങൾ തുറന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ. ഹല്ലേലൂയ. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 തെസ്സലോനിക്കർ 5:10 ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ചായിരിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. ഉറക്കത്തിലും ഉണർവിലും 24/7 എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും നാം ഈശോയോടൊപ്പം ആയിരിക്കേണ്ടതിനാണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. എപ്പോഴും ഈശോയോടൊപ്പം ആയിരിക്കുമ്പോൾ, ഈശോയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാനാവുക? 24 മണിക്കൂറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശോയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനു വേണ്ടി, ദൈവമഹത്വത്തിനു വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാനാവുക? അതിനെപ്പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി. ഈശോയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ നിരന്തരം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താനാകും. പ്രാർത്ഥിച്ച് 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 ഒത്തിരി ആത്മാക്കളെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. എസെക്കിയേൽ 22:30 ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട കെട്ടാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവമായ കർത്താവ് നോക്കി. ആരെയും കണ്ടില്ല. അതുകൊണ്ട് ആ ദേശത്തെ നശിപ്പിച്ചു കളഞ്ഞു. മനോഹരമായ ഒരു ദൈവവചനമാണിത്. എസെക്കിയേൽ 22:30 ആ വചനം നാം ഒന്ന് തിരിച്ചു വായിച്ചു നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും: ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട കെട്ടാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവമായ കർത്താവ് നോക്കി. അപ്പോൾ ഒരാളെ കണ്ടു. അതുകൊണ്ട് ആ ദേശത്തെ നശിപ്പിച്ചു കളഞ്ഞില്ല. പ്രാർത്ഥിക്കുന്ന ഒരു അബ്രഹാമിനെ കണ്ട് ഒരു ജനതയെ മുഴുവൻ അനുഗ്രഹിച്ചവനാണ് നമ്മുടെ പൊന്ന് കർത്താവ്. പ്രാർത്ഥിക്കുന്ന 10 പേരുണ്ടെങ്കിൽ സോദോം ഗോമോറായെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞവനാണ് നമ്മുടെ പൊന്ന് കർത്താവ്. പ്രാർത്ഥിക്കാനായി കരങ്ങൾ ഉയർത്തുന്ന മനുഷ്യരെ കാണുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് കൃപ, അഭിഷേകം മഴ പോലെ പെയ്യിച്ചു തരും. പ്രാർത്ഥിക്കുന്ന ഒരു മോനിക്കയാണ് അഗസ്തീനോസ് എന്ന വിശുദ്ധനെ സൃഷ്ടിച്ചത്. പ്രാർത്ഥിച്ച് 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 മോനിക്ക തന്റെ ഭർത്താവിനെയും വിശുദ്ധീകരിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയുടെ നിലവിളികൾ ഉയർത്തി ഉയർത്തി മോനിക്കയും ഒരു വിശുദ്ധ മോനിക്കയായി മാറി. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ച് നടക്കുന്ന നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ദൈവിക ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരെല്ലാം സ്വർഗത്തിലെത്തും എന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വചനം പ്രഘോഷിക്കുന്നവരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരോ വരദാനങ്ങൾ ഉള്ളവരോ സ്വർഗത്തിൽ പോകും എന്ന് ഉറപ്പിച്ച് പറയാനാകില്ല എന്നും ദൈവവചനം നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ സമ്മാനവും ഒരു സംശയവുമില്ല നമ്മുടെ പ്രാർത്ഥന തന്നെ. നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? 1 തെസ്സലോനിക്കർ 5, 16, 17, 18 എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളെ ഓർത്തും ദൈവത്തിന് നന്ദി പറയുക. ഇടവിടാതെയുള്ള ഒരു പ്രാർത്ഥന ദൈവം നമ്മൾ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി മനോഹരമായി പ്രതിപാദിക്കുന്ന ദൈവവചന ഭാഗമാണ് വിലാപം 2, 18, 19 ദൈവവചനങ്ങൾ.
സിയോന്റെ തെരുവീതികളിൽ തളർന്നു വീഴുന്ന ദൈവത്തിന്റെ മക്കൾക്കു വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഉറക്ക നിലവിളിക്കാൻ, കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കാൻ ദൈവമായ കർത്താവ് ഓരോ ദൈവ മകനെയും മകളെയും സ്നേഹത്തോടുകൂടെ ആഹ്വാനം ചെയ്യുന്നു, വിളിക്കുന്നു. ശരിക്കും നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ചില അടിസ്ഥാന പ്രമാണങ്ങൾ വിലാപം 2:18-19 വാക്യങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ശരിക്കും നമ്മുടെ പ്രാർത്ഥന ഒരു സ്തോത്രത്തിന്റെ യാഗമായി മാറുന്നത്, നമ്മുടെ പ്രാർത്ഥന ഒരു യാഗമായി മാറുന്നത് അതിൽ സഹനം കൂടെ ചേരുമ്പോഴാണ്. ഉറക്കത്തിനോട് പടവെട്ടി ഇരുന്നുള്ള നൈറ്റ് വിജിൽ പ്രാർത്ഥനകൾ അഭിഷേകത്തിന്റെ മഴ പെയ്യിക്കും. കാരണം നാം ഉറക്കത്തോട് മല്ലിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചുള്ള പ്രാർത്ഥനകൾ ശരീരത്തിന്റെ താല്പര്യങ്ങളോട് പോരാടി നാം നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന്റെ മോഹങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് മാറി നിന്നുള്ള, വില കൊടുത്തുള്ള, ത്യാഗമെടുത്തുള്ള പ്രാർത്ഥന, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ദൈവവചനം നമ്മെ സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഉറക്കെ നിലവിളിക്കണം എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. ഉറക്കെയുള്ള പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ നിലയിൽ മാന്യന്മാരൊന്നും ഉറക്കെ പ്രാർത്ഥിക്കില്ല, ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കില്ല. അത് നമ്മുടെ മാന്യതയ്ക്ക് ഒരു കുറവായാണ് പലപ്പോഴും പലരും കരുതുന്നത്. എന്നാൽ ദൈവമായ കർത്താവ് പറയുകയാണ്, ഉറക്കെ പ്രാർത്ഥിക്കുക. ഉറക്കെ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിന്റെ ഒരു അഭിഷേകം നമ്മളിൽ നിറയ്ക്കും. ദൈവത്തിന്റെ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്ത്? പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെയുള്ള ശബ്ദം. പ്രാർത്ഥന പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെ, ആകാശത്തെ ഇടിമുഴക്കം പോലെ ആകുന്നത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. ഉറക്കെ നിലവിളിക്കാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ഉറക്കെ പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മെ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുകയാണ്. ഉറക്കെ നിലവിളിക്കാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ നമ്മുടെ അമ്മയ്ക്കോ അപ്പനോ ഒരു രോഗം വന്നാൽ നമ്മുടെ കണ്ണ് നനയാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. നമ്മുടെ സഹോദരനോ സഹോദരിക്കോ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ ഒരു വേദന വന്നാൽ നമ്മുടെ കണ്ണ് നനയാൻ ഒരു സാധ്യതയുണ്ട്. കണ്ണീരോടുകൂടെയുള്ള പ്രാർത്ഥന വലിയ ഒരു അഭിഷേകം തന്നെയാണ്. അത് ആർക്കു വേണ്ടി? നമ്മുടെ പ്രാർത്ഥനയുടെ ആ വലിയ ആവൃത്തിയിൽ വരുന്ന എല്ലാവർക്കും വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹത്തോടുകൂടെ വിളിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. ഈശോയെ നോക്കിക്കേ, മാർത്തയും മറിയവും കരയുന്നത് കണ്ട് യേശു കരയുകയാണ്. യേശു കണ്ണുനീർ വാർത്തു. പെട്ടെന്ന് കരയുന്ന കഥാപാത്രമാണ് നമ്മുടെ യേശു കർത്താവ്. മറ്റുള്ളവർക്ക് വേണ്ടി കരയാൻ ദൈവം നമ്മെ സ്നേഹത്തോടുകൂടെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. ജലധാര പോലെ നിന്റെ കണ്ണുനീർ ഒഴുകട്ടെ എന്നാണ് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാനാവുക? ആരും പ്രാർത്ഥിക്കാനില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ ദൈവമായ കർത്താവ് സ്നേഹത്തോടുകൂടെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവായ യേശുമിശിഹ വലിയ സ്നേഹത്തോടുകൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാനാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ആവൃത്തിയിൽ വരുന്നവരെ എല്ലാം, നാം കാണുന്നവരെ എല്ലാം, നാം ഇടപെടുന്ന ആളുകളെ എല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ കോട്ടയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വെക്കാൻ ദൈവമായ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹോദരനായി സഹോദരിയായി കണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് സ്നേഹത്തോടുകൂടി ആഗ്രഹിക്കാം. കൊച്ചു ത്രേസ്യ പുണ്യവതി വീട്ടില് ആയിരിക്കുന്ന സമയത്ത് ഒരു പത്രവാർത്ത വായിക്കുകയാണ്. ഒരാളെ ഗില്ലറ്റിൻ ചെയ്ത് കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഒരു കൊടും ക്രൂരനായ കുറ്റവാളിയാണ് കേട്ടോ.
കുമ്പസാരിപ്പിക്കാൻ ഒരു വൈദികൻ ചെന്നു. ആ വൈദികനെ പുലഭ്യം പറഞ്ഞ് ആട്ടി ഓടിച്ചു ഈ കഥാപാത്രം. എനിക്ക് യേശുവിനെ പറ്റി ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു. ഈ വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി കൊച്ചു ത്രേസ്യ പ്രാർത്ഥന തുടങ്ങുകയാണ്. ഈ വ്യക്തിക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കൊച്ചു ത്രേസ്യ തയ്യാറാകുന്നു. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കൊച്ചു ത്രേസ്യയുടെ കണ്ണ് നനഞ്ഞ് കണ്ണുനീർ ചാല് കീറി ഒഴുകി. വലിയൊരു അത്ഭുതം സംഭവിച്ചു. കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ആ വ്യക്തി യേശുവിനെ ഓർത്തു. അദ്ദേഹത്തിന്റെ കണ്ണ് നനഞ്ഞു. ക്രൂശിത രൂപം കണ്ടപ്പോൾ ആ ക്രൂശിത രൂപം കെട്ടിപ്പിടിച്ചു. യേശുവിന്റെ തിരുമുറിവുകളിലെല്ലാം ഉമ്മ വെച്ചു. അങ്ങനെ അത്ഭുതകരമായ ഒരു മാനസാന്തരം ലഭിക്കുകയാണ് ആ തടവു പുള്ളിക്ക്. ദൂരെ മൈലുകൾക്കകലെ ഇരുന്ന കൊച്ചു ത്രേസ്യ പ്രാർത്ഥിക്കുന്നു. ദൂരത്തിന്റെ മേൽ അധികാരമുള്ള നമ്മുടെ പൊന്നു കർത്താവ്, സൈന്യങ്ങളുടെ ദൈവം, ദൂരത്തിന്റെ മേൽ അധികാരമുള്ള കർത്താവ് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കൊടുക്കുകയാണ്. കൊച്ചു ത്രേസ്യയുടെ കണ്ണീരിന് ഒരു മറുപടി കൊടുക്കുകയാണ്. എസെക്കിയേൽ 22:30. ഞാൻ ആ വ്യക്തിയെ നശിപ്പിക്കാതിരിക്കാൻ, ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ കോട്ട കെട്ടാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ ഒരുവനുണ്ടോ എന്ന് ദൈവമായ കർത്താവ് ജാഗ്രതയോടെ സ്നേഹത്തോടുകൂടെ അന്വേഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് സ്നേഹം എടുത്തു കളഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ല. പ്രയർ മൈനസ് ലവ് ഈസ് ഈക്വൽ ടു 0. പ്രാർത്ഥനയിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ, പ്രാർത്ഥനയിൽ കണ്ണീര് നഷ്ടപ്പെട്ടു പോയാൽ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തേങ്ങുന്നില്ലെങ്കിൽ, ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലാതാകും. അത് ദൈവസന്നിധിയിലേക്ക് എങ്ങനെയാണ് ഉയരുന്നത്? അതുകൊണ്ട് ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള എല്ലാ വ്യക്തികളെയും നമ്മുടെ സഹോദരനായി സഹോദരിയായി ആത്മന കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി കരങ്ങൾ വിരിക്കാനും വിരലുകൾ കൊണ്ട് ജപമാല ചൊല്ലി പോരാടാനും നാം തയ്യാറാകണം. സങ്കീർത്തനം 144:1 യുദ്ധം ചെയ്യാൻ എൻ്റെ കരങ്ങളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും ദൈവമായ കർത്താവ് ഒരുക്കുന്നു. കരങ്ങൾ വിരിച്ചു പിടിച്ച് ത്യാഗമെടുത്ത് വിരലുകൾ കൊണ്ട് യേശുവിന്റെ രക്ഷാകര രഹസ്യങ്ങൾ ജപമാലയിലൂടെ ചൊല്ലി ചൊല്ലി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അനേകം ആളുകളെ സ്വർഗത്തിൽ എത്തിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സ്നേഹത്തോടുകൂടെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ സ്നേഹത്തിന്റെ പരിധിയിൽ നിന്ന് ആരെയും മാറ്റി നിർത്തരുത്. ആ സർക്കിളിൽ നിന്ന് ആരെയും മാറ്റി നിർത്തരുത്. ഒരുപക്ഷെ ആരുടെയും പ്രാർത്ഥന കിട്ടാൻ സാധ്യതയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം കൂടുതൽ ജാഗ്രത കാണിക്കണം. ആരുടെയും പ്രാർത്ഥന കിട്ടാൻ സാധ്യതയില്ലാത്ത ധാരാളം ആളുകളുണ്ട്. ഒരുപക്ഷെ ചില കുറ്റവാളികളുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ പോലും പറഞ്ഞു പോകും, ഇവനെ ഒന്നും വിട്ട് കളയാൻ പാടില്ല, ഇവർക്കൊക്കെ നല്ല ശിക്ഷ കൊടുക്കണം, കൊന്നുകളയുന്നതാണ് നല്ലത്, ഇനി ഈ പാതകം ആവർത്തിക്കില്ലല്ലോ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ പോലും പറയുന്ന ഒരു കാലത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ കരുണ അതിരുകൾ ലംഘിച്ച് 4 വശങ്ങളിലേക്കും പരന്നൊഴുകാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ സർക്കിളിൽ നിന്ന് ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും വേണ്ടി കരങ്ങൾ വിരിക്കാൻ നമ്മുടെ കർത്താവ് സ്നേഹത്തോടുകൂടെ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഇനി പ്രാർത്ഥിച്ച 2 പേരുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജീവിത സംഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്ന് സ്തേഫാനോസ് ആണ്. സ്തേഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയാണ്. എങ്ങനെയാണ് കല്ലെറിഞ്ഞ് കൊല്ലുന്നത്? കൂർത്ത കല്ലുകൾ കൊണ്ട് നെറ്റിയിലും തലയിലും ഒക്കെ എറിഞ്ഞ് തല പൊട്ടിച്ചാണ് സാധാരണ നിലയിൽ കല്ലെറിഞ്ഞ ആളുകളെ കൊല്ലാറുള്ളത്. തലയിലാണെങ്കിൽ പെട്ടെന്ന് തല പൊട്ടി ചോര വാർന്ന് മരിച്ചു പോകും. അങ്ങനെ വലിയ വേദനയിലൂടെ സഹനത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത്, സ്വർഗം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്തേഫാനോസ് പ്രാർത്ഥിക്കുകയാണ്. ആ വസ്ത്രമൊക്കെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് കല്ലെറിയാൻ എല്ലാവരെയും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൗളിന് വേണ്ടി. ഒരു സ്തേഫാനോസിന്റെ പ്രാർത്ഥനയിലൂടെ സാവൂള് പൗലോസായി രൂപാന്തരപ്പെടുകയാണ്. നമുക്ക് ബൈബിളിലെ തിയോളജിക്കൽ ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ലേഖന ഭാഗങ്ങൾ എല്ലാം വിശുദ്ധ പൗലോസിലൂടെ ലഭിക്കുകയാണ്. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. നമ്മുടെ കർത്താവ് തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ്, ക്രൂശീകരണത്തിന് മുമ്പ് വലിയ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്താണ് ആ പ്രാർത്ഥന എന്നറിയാമോ? ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു വീണ്ടും പറയുന്നു,
നിങ്ങളിലൂടെ വിശ്വാസത്തിലേക്ക് വരാൻ പോകുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ ആ പ്രാർത്ഥനയുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ, ആ ഒരു വൃത്തത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭാവിയിൽ ഇങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ഒരു മാർപ്പാപ്പ വരാൻ, കേരളത്തിൽ ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രം ഉയരാൻ, സേവ്യർ ഗൻവട്ടായിൽ അച്ഛൻ, ഡൊമിനിക് വാളൻമനാൽ അച്ഛൻ, പനക്കൽ അച്ഛൻ, നായിക്കപ്പറമ്പിൽ അച്ഛൻ, ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ, ഇങ്ങനെയുള്ള പവർഫുൾ ആയിട്ടുള്ള പ്രീച്ചേഴ്സ് ഒക്കെ ഉയരാൻ വേണ്ടി നമ്മുടെ കർത്താവ് അന്ന് പ്രാർത്ഥിച്ചു. യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളിലൂടെ വരാൻ പോകുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മധ്യസ്ഥ പ്രാർത്ഥന. ഭാവന കണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഇനി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് എന്താണ് ലഭിക്കുക? ദൈവവചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. യാക്കോബ് 5:20, നിങ്ങളിൽ ഒരാൾ മറ്റൊരുവനെ തിന്മപ്പെട്ട മാർഗങ്ങളിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവന്നാൽ 2 അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരാം. ഒന്ന്, നിങ്ങളുടെ നിരവധിയായ പാപം ദൈവം ക്ഷമിച്ചു കളയും. 2, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾക്ക് നിത്യമരണമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട 2 സമ്മാനങ്ങൾ. ഒന്ന്, നമ്മുടെ നിരവധിയായ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു കളയുന്നു. 2, നമുക്ക് നിത്യമരണമില്ല, നിത്യ നരകാഗ്നിയില്ല, നിത്യ സ്വർഗം നമുക്ക് ഗ്യാരണ്ടീഡ് ആവുകയാണ്. എസെക്കിയേൽ 9:2 സംഹാരദൂതൻ വരികയാണ്. പാപത്തിന്റെ മ്ലേച്ഛതകളിൽ വീണ് കിടക്കുന്ന ആളുകൾക്ക് അവരുടെ പാപത്തിന്റെ ഫലം, ശിക്ഷ, മരണം അവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ എഴുത്താണിയുമായി ഒരു ദൂതൻ മുന്നേ പോയി ജനതകളുടെ പാപത്തിന് വേണ്ടി കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നെറ്റിയിൽ ഒരു അടയാളമിടാൻ. എന്നിട്ട് ദൈവമായ കർത്താവ് പറയുകയാണ്, അടയാളമിട്ടവരെ ആരെയും തൊടരുത്, ബാക്കിയുള്ളവർക്ക് ശിക്ഷ നടപ്പാക്കൂ. വൃദ്ധരെന്നോ യുവതിയെന്നോ കുഞ്ഞുങ്ങളെന്നോ ഗർഭിണിയെന്നോ ഒന്നും നോക്കണ്ട, പക്ഷെ നെറ്റിയിൽ അടയാളമുള്ളവരെ ആരെയും തൊടരുത്. മധ്യസ്ഥ പ്രാർത്ഥനക്കാരന്റെ ഏറ്റവും വലിയ അഭിഷേകം ഇതാണ്. അവന്റെ നെറ്റിയിൽ ദൈവം ഒരു അടയാളമിടും, സംഹാരദൂതൻ തൊടാതിരിക്കത്തക്ക വിധം. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാമയനായ പിതാവായ ദൈവമേ, ഞങ്ങളെ പോരാളികളാക്കണമേ. ഞങ്ങൾ കാണുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, എല്ലാവരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പ്രാർത്ഥന വീരന്മാരാക്കണമേ. മധ്യസ്ഥ പ്രാർത്ഥന പോരാളികളാക്കണമേ. കരുണാമയനായ യേശുനാഥ, പൊന്നു കർത്താവേ, നിരന്തരം പ്രാർത്ഥനയിൽ ആയിരുന്ന അങ്ങയുടെ ആ പ്രാർത്ഥനയുടെ സ്വഭാവ വൈശിഷ്ട്യം മക്കളായ ഞങ്ങൾക്കും നൽകിയാലും, പരിശുദ്ധാത്മാവായ ദൈവമേ, സ്വർഗത്തിൽ നിന്ന് കൃപ മഴ പോലെ പെയ്ച്ചു തന്ന് ഞങ്ങളെ നല്ല മധ്യസ്ഥ പ്രാർത്ഥനക്കാരാക്കി മാറ്റണമേ. നിത്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം